ബ്ലെസ്സിങ്സ് എവറി വൺ. വീണ്ടും ഒരു ചെറിയൊരു ഷോർട്ട് മെസ്സേജിലേക്ക് നിങ്ങളെ ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. കടന്നു വന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. അനുഗ്രഹമായാൽ അനേകർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ദൈവത്തിൻ്റെ മക്കളെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി ദൈവം അബ്രഹാമിനോട് പറഞ്ഞ് നിങ്ങൾ ഓർത്താൽ മാത്രം മതി. അല്ലെങ്കിൽ അബ്രഹാമിനോട് പറഞ്ഞ് ഞാൻ നിന്നെ അനുഗ്രഹിക്കുക, ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കുകയും ചെയ്യും. നമ്മളെ ദൈവം അനുഗ്രഹിക്കുക, നമ്മൾ അനേകായിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരണമെന്നാണ് ദൈവത്തിൻ്റെ പദ്ധതി. ദാവീദ് പറയുന്നൊരു വാക്കുണ്ട്, ഹല്ലേലൂയ, മൈ കപ്പ് ഓവർഫ്ലോസ്, എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അത് എന്ത് വിഷയത്തിലായിക്കോട്ടെ, നന്മയിലായിക്കോട്ടെ, ഹല്ലേലൂയ, സ്തോത്രം, എല്ലാ ബ്ലെസ്സിങ്ങിൻ്റെ കാര്യങ്ങളായിട്ട്, അനോയിൻറ്റിങ്ങിലൊക്കെ ആയിക്കോട്ടെ, ഗിഫ്റ്റുകളുടെ കാര്യങ്ങളായിക്കോട്ടെ, ഗോഡ് ഓൾവേസ് വാണ്ട് us to overflow in that. ദൈവത്തിൻ്റെ പല പേരുകളിൽ ഒരു പേരാണ് എൽ ഷദായ് എന്നത്. വാട്ട് ഇറ്റ് മീൻസ്, അതെന്താണെന്ന് അറിയാമോ? ഇറ്റ് മീൻസ് ഗോഡ് ഓഫ് മോർ ദാൻ ഇനഫ്. നമ്മുടെ ആവശ്യം എന്താണോ അതിനേക്കാൾ മുകളിലാണ് ഈ ദൈവം. ഹല്ലേലൂയ. നിങ്ങളുടെ ആവശ്യം ചിലപ്പോൾ നാളെ $1,000 ആയിരിക്കാം. ഹല്ലേലൂയ. അതിനേക്കാൾ മുകളിലാണ് ദൈവം എന്ന് ഓർക്കണം നമ്മൾ. ഹല്ലേലൂയ, സ്തോത്രം. അതിന് ഒരു വഴി പോലും ഇല്ലെങ്കിലും അവർ ഗോഡ് ഈസ് മോർ ദാൻ ഇനഫ്. ഹല്ലേലൂയ, സ്തോത്രം. അത് ഏത് സ്പിരിച്വൽ കാര്യങ്ങളായിക്കോട്ടെ, എല്ലാ വിഷയങ്ങളിലും ദൈവം ഹല്ലേലൂയ നമ്മളെ ഓവർഫ്ലോ ചെയ്യുന്ന തരത്തിൽ അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമാണ്. ഹീസ് എ ഗോഡ് ഓഫ് ഓവർഫ്ലോ. ഹല്ലേലൂയ, സ്തോത്രം. കുറച്ച് നാളുകൾക്ക് മുമ്പ് സങ്കീർത്തനം 35 നിന്ന് ഞാനൊരു മെസ്സേജ് പറഞ്ഞിരുന്നു. അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കേൾക്കാൻ കഴിയുമെങ്കിൽ കേൾക്കുക. ഇറ്റ് സേസ് സമൃദ്ധിയായി നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ, പ്രോസ്പെറിറ്റിയുടെ ദൈവത്തെ കുറിച്ചാണ് പറഞ്ഞത്. സങ്കീർത്തനം 35 അവസാന വാക്യം, let them say continually, let the Lord be magnified who takes pleasure in the prosperity of his children. God takes pleasure in the prosperity of his children. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ് എങ്കിൽ ദൈവത്തിൻ്റെ ആഗ്രഹം നിങ്ങൾ സകലത്തിലും സമൃദ്ധിയാണെന്ന്. അതിൽ ദൈവത്തിന് പ്ലഷറുണ്ട്. ഹീസ് ജോയ്ഫുൾ. നിങ്ങളുടെ അപ്പനും അമ്മയ്ക്ക് പോലും അത്ര സന്തോഷം ഉണ്ടാകുന്നില്ല നിങ്ങളുടെ പ്രോസ്പെരിറ്റിയിൽ, പക്ഷെ ദൈവത്തിന് സന്തോഷമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ പദ്ധതി ഹല്ലേലൂയ അനേകായിരങ്ങൾക്ക് അനുഗ്രഹമാണെന്നുള്ളത്. പഴയ നിയമത്തിൽ നമുക്ക് കാണാം, ദൈവം ഇസ്രായേലിനെ ഒരു അടിമത്തത്തിലേക്ക് വിടാനിടയായി. ഹല്ലേലൂയ, 430 വർഷം അവരെ ഫറവോന് അല്ലെങ്കിൽ ഈജിപ്ഷ്യൻസിന് ഒരു അടിമയെ പോലെ 430 വർഷം ജീവിക്കേണ്ടതായിട്ട് വന്നു. ഹല്ലേലൂയ. നമുക്ക് ആ ലാൻഡിനെ നമുക്ക് പറയാം, അവരുടെ അവസ്ഥയെ പറയാം, barely enough. They were in the land of barely enough. വാസ്തവത്തിൽ അവർക്ക് ഭക്ഷണമുണ്ടോ? അവർക്ക് ഭക്ഷണം തുച്ഛമായി കൊടുക്കും. വെള്ളമുണ്ടോ? വെള്ളം തുച്ഛമായി കൊടുക്കുമായിരുന്നു. പക്ഷെ ഒരു അടിമയ്ക്ക് കൊടുക്കുന്ന പോലെ, ചിലപ്പോൾ അടിമയേക്കാൾ താഴ്ന്ന അവസ്ഥയിലായിരുന്നു അവരെ ഈ ഈജിപ്ഷ്യൻസ് ട്രീറ്റ് ചെയ്ത്, ഫറവോൺ ട്രീറ്റ് ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ദൈവം അത്ഭുതകരമായി മോശയിലൂടെ പുറത്ത് കൊണ്ടുപോകുന്നു അവരെ. ഹല്ലേലൂയ, സ്തോത്രം. അവരെ പ്രോമിസ് ലാൻഡ്, ഹല്ലേലൂയ, പ്രോമിസ് ചെയ്ത ഒരു പ്രോമിസ് ലാൻഡ്, കനാൻ ദേശം, ഹല്ലേലൂയ, പ്രോമിസ് ചെയ്താണ് ദൈവം അവരെ പുറത്ത് കൊണ്ടുവന്നത്. പക്ഷെ അവർ ആദ്യമേ അതിലേക്കല്ല, അതിൻ്റെ ഇടയിൽ ഒരു ലാൻഡ് ഉണ്ടായിരുന്നു, ഒരു ഡെസേർട്ട് ലാൻഡ്. ദാറ്റ് ലാൻഡ് വി ക്യാൻ കോൾ എ ലാൻഡ് ഓഫ് ജസ്റ്റ് ഇനഫ്. ഹല്ലേലൂയ, സ്തോത്രം. അവർക്കുണ്ടോ? അവർക്ക് ഭക്ഷണമുണ്ട്, മേൽത്തരമായത്, സ്വർഗീയമായ ആഹാരം, ഏഞ്ചൽസിന് കൂടെ ഉള്ള ആഹാരം എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. മന്ന പൊഴിച്ച് ദൈവം കൊടുത്തു, ആഹാരം കൊടുത്തു, വെള്ളം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അവരുടെ വസ്ത്രം, ഒരു വസ്ത്രം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഹല്ലേലൂയ ആ വസ്ത്രം ജീർണിച്ചില്ല. എത്ര വലിയ അത്ഭുതമാണ്. അവരുടെ ഒരു ചെരുപ്പ് ഉണ്ടായിരുന്നെങ്കിലും ആ ചെരുപ്പ് തേഞ്ഞില്ല. ഹല്ലേലൂയ, നമ്മളൊക്കെ എത്ര വില കൂടിയ ചെരുപ്പിട്ടാലും അത് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ തേയെന്ന് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. പക്ഷെ 40 വർഷത്തോളം തേയാതെ ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന അത്ഭുതങ്ങളിലൂടെ, ഒത്തിരി അത്ഭുതങ്ങളിലൂടെ, ഹല്ലേലൂയ, ലോകം അതിനു മുമ്പ് കാണാത്ത തരത്തിൽ അത്ഭുതത്തിലൂടെ ഹല്ലേലൂയ ആ ജനത്തെ ദൈവം നടത്തി. പക്ഷേ അവിടെയും ദൈവത്തിന് അതും തൃപ്തിയല്ല. അതല്ല ദൈവത്തിന് അവരെക്കുറിച്ചുള്ള പദ്ധതി എന്ന് നമ്മൾ ഓർക്കണം. ഹല്ലേലൂയ, he wants them to bring them to the promised land, the land flowing with milk and honey. ഈ അമേരിക്കയെക്കുറിച്ചും ലാൻഡ് ഓഫ് മിൽക്ക് ആൻഡ് ഹണി എന്നൊക്കെ പറയാറുണ്ട്. അവിടെ കനാൻ ദേശത്ത് ഹല്ലേലൂയ, സ്തോത്രം, അന്നുണ്ടായിരുന്ന സമൃദ്ധി എങ്ങനെയെന്ന് വചനം കാണുന്നുണ്ട്. ഒരു മുന്തിരിക്കൊല 2 ആൾ തൂക്കിക്കൊണ്ടു പോകണമായിരുന്നു. വലിയ 2 ആൾ, ഒരു മുന്തിരിക്കൊല തൂക്കാൻ 2 ആളുടെ ആവശ്യമുണ്ടായിരുന്നു. ഈ അമേരിക്കയിൽ അങ്ങനെയൊന്നും ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല. അപ്പോൾ അവിടുത്തെ സമൃദ്ധി എന്തായിരുന്നു? ഒരു ലാൻഡിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ്? ഈ ഭൂമിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം എന്തായിരുന്നു നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ഇന്ന് ഏത് മോശപ്പെട്ട അവസ്ഥയിലായിക്കോട്ടെ,
അല്പം മെച്ചപ്പെട്ട അവസ്ഥയിലായിക്കോട്ടെ, പക്ഷെ അതൊന്നും അല്ല ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി. അവരിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ദൈവം മതിയായവനാണ്. ഹല്ലേലൂയ. കർത്താവിൽ വിശ്വസിക്കുക, കർത്താവിനെ മാത്രം ഫോക്കസ് ചെയ്യുക, കർത്താവിനെ ആരാധിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തെ ഫോക്കസ് ചെയ്യുന്ന ജോഷുവയും കാലേബും, ഹല്ലേലൂയ, സ്തോത്രം, അവരുടെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. മറ്റൊരു ഹൃദയമുള്ളവനായിരുന്നു ഈ കാലേബ് എന്ന ദൈവത്തിൻ്റെ. ഹീസ് മാൻ ഓഫ് അനദർ സ്പിരിറ്റ് എന്ന ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നത്. അല്ലെങ്കിൽ അതുപോലത്തെ ഒരു സ്പിരിറ്റുള്ളവനായി ദൈവത്തെ സേവിക്കുന്നവല്ല, ദൈവത്തെ വിശ്വസിക്കുന്നതല്ല. അല്ലെങ്കിൽ നമ്മുടെ എത്ര നമ്മളിപ്പോൾ യു മേ ബി ഇൻ ദ ലാൻഡ് ഓഫ് barely enough, you may be in the land of just enough, ബട്ട് അതൊന്നുമല്ല ദൈവത്തിൻ്റെ പദ്ധതി. അതിൽ നിന്നൊക്കെ പുറത്ത്, അതിൽ നിന്നും നമ്മളെ മുന്നോട്ട്, ഹല്ലേലൂയ, സ്തോത്രം, എ ലാൻഡ് ഓഫ് മോർ ദാൻ ഇനഫിലേക്ക് കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിക്കുന്നു. വാരി വിതറി, ഹല്ലേലൂയ, അനേകർക്ക്, പാവപ്പെട്ടവർക്ക്, ദരിദ്രർക്ക്, ഹല്ലേലൂയ, സുവിശേഷ വേലയ്ക്ക് കൊടുക്കുന്നവരായി തീരത്തക്കവണ്ണം ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ സമൃദ്ധി മാത്രം അന്വേഷിച്ച് ജീവിക്കുന്നതല്ല ഒരു ആത്മീയൻ്റെ ഹല്ലേലൂയ കടമ. മറ്റുള്ളവരെ കൂടി കരുതുക. ഹല്ലേലൂയ, ദൈവരാജ്യത്തെ ഏറ്റവും ഫസ്റ്റായി ദൈവരാജ്യത്തെ കരുതുക. സീക്ക് ഹിസ് കിങ്ഡം ഫസ്റ്റ്. മറ്റെല്ലാം ദൈവം നമ്മുടെ പുറകെ കൊണ്ടുവന്നോളും. ഈ നാളുകൾ കർത്താവിൻ്റെ രാജ്യത്തെ ഫോക്കസ് ചെയ്യാം. കർത്താവിൻ്റെ വേല നമ്മൾ ആദ്യമായിട്ട് കൂടുതൽ ഫോക്കസ് ചെയ്ത് നമുക്ക് ചെയ്യാം. ദൈവത്തിൻ്റെ ഒരൊറ്റ ഫേവർ മതി നമ്മുടെ ജീവിതം മുഴുവൻ മാറി പറയാൻ. അഹ്റോൻ്റെ വടി ഒറ്റ രാത്രി കൊണ്ടാണ് തളിർത്ത് പൂത്ത് ഫലം കായ്ച്ചത്. കർത്താവ് യേശു ആദ്യ അത്ഭുതം ചെയ്യുന്ന പച്ചവെള്ളം വീഞ്ഞാക്കി. വർഷങ്ങളെടുക്കുന്ന പ്രോസസ്സ്, വർഷങ്ങളെടുത്ത് ഫലം കായ്ക്കേണ്ടത് ഒറ്റ രാത്രി കൊണ്ട്, ഒരു നിമിഷം കൊണ്ട് ദൈവത്തിന് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ബെയർലി ഇനഫിൽ നിന്ന് മോർ ദാൻ ഇനഫിലേക്ക് ദൈവത്തിനെ കൊണ്ടുവരുവാൻ ഒരു നിമിഷം മതി. കർത്താവിനെ മാത്രം നോക്കുക. ദൈവത്തിൻ്റെ വചനം പറയുന്നു, യേശുവിനെ നോക്കിയവർ പ്രകാശത്തിലാ, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയത്തില്ല. നിങ്ങൾ എന്തിൽ വിശ്വസിച്ച് ദൈവത്തെ നോക്കിയോ, ഹല്ലേലൂയ, എപ്പോഴും നമ്മുടെ ലാൻഡ് ഓഫ് ഹണി ആൻഡ് മിൽക്ക് മാത്രം നോക്കി ദൈവത്തെ ആരാധിക്കരുത്. അതല്ല ഈ മെസ്സേജിൻ്റെ അർത്ഥം. ഓൾവേസ് ഫോക്കസ് ഓൺ ജീസസ്. ഹീ വിൽ ബ്രിങ് നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടർന്ന് വരുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അത് ദാവീദിൻ്റെ സാക്ഷ്യമാണ്. അതേ അനേകരുടെ സാക്ഷ്യമാണത്. കർത്താവിനെ തന്നെ നമുക്ക് പിന്തുടരാം. കർത്താവിനെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഫോക്കസ് ചെയ്യാം. ഈ വചനം നിങ്ങൾ അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനേകർക്ക് ഷെയർ ചെയ്യുക. ഞങ്ങളെ ഓർത്തും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ വി റിക്വസ്റ്റ് യുവർ പ്രയർ. നിങ്ങൾ പ്രാർത്ഥിക്കണം. അനേകം വീഡിയോസുമായിട്ട്, മെസ്സേജസുമായിട്ട് നിങ്ങളുടെ മുമ്പായി കടന്നു വരാൻ ദൈവം നാളുകൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ബ്ലസ് യു.